സോ ജനറൽ കാറ്റഗറിയിൽ 697-നും ഈഴവ കാറ്റഗറിയിൽ 1627-നുമാണ് ഗവൺമെന്റ് MBBS ആദ്യ ഫേസിൽ കിട്ടിയിരിക്കുന്നത്. 643 ഒന്നാം റാങ്ക് വന്നിരിക്കുന്നതെങ്കിൽ ഒരു 551 റാങ്കിനുള്ളിലുള്ളവര് 1000 റാങ്കിൽ ആദ്യത്തേത് നവംബർ 5 വരെ നീണ്ടു നിൽക്കുന്ന വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു അലോട്ട്മെന്റ് പ്രോസസ്. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ആണിത്. MBBS-ഉം BDS-ഉം ഹോമിയോ, യുനാനി, സിദ്ധ, ആയുർവേദ, BSc ഓണേഴ്സ് അഗ്രികൾച്ചറിലൊക്കെ ഓരോ കാറ്റഗറിയിലും അവസാനമായിട്ട് അഡ്മിഷൻ കിട്ടിയ കുട്ടികളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ്. ഹായ് മക്കളെ. സോ നീറ്റ് 2025-ഉം ഇനി വരാൻ പോകുന്ന നീറ്റ് 2026-ഉം ഒക്കെ എയിം ചെയ്യുന്ന മക്കളാണ് എന്നെ കാണുന്നത്, എന്നെ കേൾക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങളോട് എല്ലാവരോടും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്ന +2 ഓൺഗോയിങ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, നീറ്റ് 2026-ന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ ഇത്തവണത്തെ അലോട്ട്മെന്റൽ പ്രോസസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടായിരിക്കും. അവർ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാനുള്ള പ്ലാനിലൊക്കെ ആയിരിക്കും. ഇനി റിപ്പീറ്റ് ചെയ്യണോ, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന കുറച്ചധികം കുഞ്ഞുങ്ങളുണ്ടായിരിക്കും. എല്ലാവരും വളരെ ശ്രദ്ധിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കുക. യെസ്, അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പലരും പല കോഴ്സുകളായിരിക്കും. ചില ആൾക്കാർ MBBS ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, അഗ്രികൾച്ചർ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും, BDS ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടായിരിക്കും. ഒന്നും നമ്മൾ ലിമിറ്റ് ചെയ്യല്ല, ഇതാണ് നല്ലത്, ഇതാണ് മികച്ചതെന്ന് പറയല്ല. നീറ്റ് എക്സാമിലൂടെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരുപാട് കോഴ്സുകളുണ്ട് അല്ലെ, അതൊക്കെ പലതിനും അപ്ലൈ ചെയ്ത ആളുകളുണ്ടായിരിക്കും. അപ്പൊ ഇതുവരെ കഴിഞ്ഞ അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നാളെ കേരളയുടെ MBBS-ന്റെയും BDS-ന്റെയും സെക്കൻഡ് അലോട്ട്മെന്റ് വരാനായിട്ട് പോവാണ്. അതേപോലെ ആയുർവേദത്തിന്റെയും സിദ്ധയുടെയും ഒക്കെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. ഓൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ MBBS-ന്റെയും BDS-ന്റെയും സെക്കൻഡ് അലോട്ട്മെന്റും കഴിഞ്ഞു. ഇനി റൗണ്ട് 3ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ നാളത്തെ റിസൾട്ട് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയാണ്. പക്ഷെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോൾ തന്നെ ഏകദേശം ഈ വർഷത്തെ നമ്മുടെ സാധ്യതകൾ നമുക്ക് മനസ്സിലായി കാണും അല്ലെ. അപ്പൊ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ അല്ലെങ്കിൽ +2 ഓൺഗോയിങ് സ്റ്റുഡൻസ് കഴിഞ്ഞ മക്കളാണെങ്കിൽ ഓക്കെ, +2നോടൊപ്പം നീറ്റ് എക്സാം എഴുതി നല്ല രീതിയിൽ സ്കോർ ചെയ്തവരായിക്കോട്ടെ, റിപ്പീറ്റ് ചെയ്തവരായിക്കോട്ടെ, റിപ്പീറ്റ് ചെയ്ത ആൾക്കാരായിക്കോട്ടെ, അവരൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. എന്നാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു റാങ്കിലേക്കോ ഒരു സ്കോറിലേക്കോ നമ്മൾ എത്തിയില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമ്മുടെ സാധ്യത ഏകദേശം മനസ്സിലായി കാണും. റഫായിട്ട് ഞാൻ മക്കൾക്ക് ഒരു കാര്യം ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ഫേസിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഫസ്റ്റ് ഫേസിൽ ആർക്കൊക്കെ ലഭിച്ചു, നമ്മൾ നോക്കിയ കാര്യമാണ്. നമ്മൾ ഇതുവരെ നടന്ന അലോട്ട്മെന്റ് ഒന്ന് അനാലിസിസ് നടത്തുകയാണ്. പിന്നെ നീറ്റിന്റെ ഇനി വരാൻ പോകുന്ന അലോട്ട്മെന്റിന്റെ സ്കെഡ്യൂളും ഒന്ന് നോക്കുകയാണ്. എല്ലാം നോക്കിയിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. യെസ്, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ MBBS, BDS, BHMS, BUMS, BSMS, BAMS, BVSc, BSc അഗ്രികൾച്ചർ ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഇത് കൂടാതെ BSc ഫോറസ്ട്രി, ഫിഷറീസ്, നിരവധി കോഴ്സുകളുണ്ട്. യെസ്, അപ്പോൾ MBBS നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ 697-നും ഈഴവയിൽ 1627-നും മുസ്ലിമിൽ 916-നും LAയിൽ 3296. അതേപോലെ ഓരോ കാറ്റഗറി ഞാൻ എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്കറിയാം, നമ്മൾ ഒരുപാട് വീഡിയോയിലൂടെ കണ്ടതാണ്. ഇതൊക്കെയാണ് ലാസ്റ്റ് റാങ്ക് ആയിട്ട് കേരളത്തിൽ വന്നത് ആദ്യ അലോട്ട്മെന്റിന് ശേഷം. BDS നോക്കുകയാണെങ്കിൽ നിലവിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരു 3000 റേഞ്ച് ഓപ്പൺ കാറ്റഗറി, 4800 റേഞ്ച് ഈഴവ കാറ്റഗറി, 3700 മുസ്ലിം കാറ്റഗറി, ഒരു 9000 10,000 ആണ് LA ധീവര കാറ്റഗറികൾക്ക് വന്നിരിക്കുന്നത്. ഒരു 4000 VKയ്ക്കും 8,000 BH-നും 6,000 BX-നും 14,000 KN-നും 25,000 KU-നും SC-ക്ക് 17,000 ST-ക്ക് 31,000 EW 6,200 വന്നു. ഇത് ഗവൺമെന്റ് സീറ്റുകളെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. യെസ്, ഇനി ഗവൺമെന്റ് BHMS ആണെങ്കിൽ 13,000 14,000 റേഞ്ചിലാണ് പല കാറ്റഗറികൾക്കും കട്ട് ഓഫ് വന്നിരിക്കുന്നത്. 20,227 ആണ് LAയുടെ കട്ട് ഓഫ്, 25,821 ആണ് DV-യുടേത്, 14,440 ആണ് VK-യുടേത്, 16,526 ആണ് BH-ന്റേത്, 26,000 ആണ് K-ന്റേത്, 24,000 റേഞ്ചിലാണ് SC, 38,000 റേഞ്ചിലാണ് ST, EW 21,000 റേഞ്ചിലാണ് ആദ്യ അലോട്ട്മെന്റിന്റെ ക്ലോസിംഗ് റാങ്ക് വന്നത്. BUMS-ഉം BSMS-ഉം ഏകദേശം 44,000 റേഞ്ചുകാർക്ക് വരെ ആദ്യ അലോട്ട്മെന്റിൽ തന്നെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞു. അതിന്റെ പരമാവധി സാധ്യതകൾ അവിടെ കഴിഞ്ഞു അല്ലെ. 45,000 റാങ്കുകാർക്ക് വരെ കിട്ടി. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ടാവും. BSMS-ഉം BUMS-ഉം ഒക്കെ 41,000 43,000-നൊക്കെ BSMS സിദ്ധയ്ക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. BAMS ആയുർവേദത്തിന്റെ ഗവൺമെന്റ് സീറ്റുകളെ പറ്റി പറയുകയാണ്. 10,000 ആണ്, 10,000 ആണ് ഓപ്പൺ കാറ്റഗറിക്ക് വന്നത്. 11,000 റേഞ്ചിലാണ്
റേഞ്ചിലാണ് ഈഴവയും മുസ്ലിമും വന്നിരിക്കുന്നത്. 15,000 റേഞ്ചിലാണ് LA, 16,000 റേഞ്ചിലാണ് DV, 11,000 റേഞ്ചിലാണ് VK, 12,000 ആണ് ബാക്ക്വേർഡ് ഹിന്ദു. ബാക്കി അങ്ങോട്ട് നോക്കിയാൽ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് 31,000 ST വന്നിട്ടുണ്ട്, 28,000 KUവും 29,000 KNും ലഭിച്ചിട്ടുണ്ട്. അതേപോലെ BVSC ഒരുപാട് കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നതാണ്, വെറ്റിനറി പഠിക്കാൻ അല്ലെ. 3,760 ഓപ്പൺ കാറ്റഗറിയുടെ കട്ട് ഓഫ്, 4,719 ഈഴവയുടെ കട്ട് ഓഫ്, 4,500 മുസ്ലിമിന്റെ കട്ട് ഓഫ്, 7,347 LAയുടെ കട്ട് ഓഫ്, 10,000 റേഞ്ചിലാണ് DV, 5,000 റേഞ്ചിൽ VK, 7,700 റേഞ്ചിൽ ബാക്ക്വേർഡ് ഹിന്ദു, 6,400 റേഞ്ചിൽ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ, 16,000 റേഞ്ചിൽ KN, 26,000 റേഞ്ചിൽ KU, 18,000 റേഞ്ചിൽ SC, 29,000 റേഞ്ചിൽ ST, 5,300 റേഞ്ചിൽ EWനും കിട്ടി. യെസ്. അതേപോലെ BSc ഓണേഴ്സ് അഗ്രികൾച്ചർ 7,000 റേഞ്ചിലാണ് ഓപ്പൺ കാറ്റഗറി, 8,000 റേഞ്ചിലാണ് മുസ്ലിം കാറ്റഗറിയും ഈഴവ കാറ്റഗറിയും, 15,000 റേഞ്ചിലാണ് LA കാറ്റഗറി, 12,000 റേഞ്ചിലാണ് DV, 10,000 റേഞ്ചിലാണ് VK, 10,000 റേഞ്ചിൽ തന്നെയാണ് ഏകദേശം BXും ബാക്ക്വേർഡ് ക്രിസ്ത്യനും ബാക്ക്വേർഡ് ഹിന്ദുവും ഒക്കെ വന്നിരിക്കുന്നത്. 20,000 റേഞ്ചിലാണ് SC കാറ്റഗറിയും അതേപോലെ KN കാറ്റഗറിയും, 34,000 റേഞ്ചിൽ KU വന്നിട്ടുണ്ട്, 30,000 റേഞ്ചിൽ STയും, 14,000 റേഞ്ചിൽ EWനും ആദ്യ അലോട്ട്മെന്റിൽ അങ്ങനെ ഏകദേശം ഈ കോഴ്സുകൾക്കൊക്കെ തന്നെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അത് അവർ ഒപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അത് സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ ഇനി പുതുതായിട്ട് എന്തായാലും കുട്ടികൾക്ക് കിട്ടും. അപ്പൊ എല്ലാവരും 10% ഈ സീറ്റുകളൊന്നും ഒപ്റ്റ് ചെയ്യില്ല. അതിൽ വേക്കൻസി വരുന്ന സീറ്റുകളിലായിരിക്കും സെക്കൻഡ് അലോട്ട്മെന്റിൽ കൺസിഡർ ചെയ്യുക. പല കാറ്റഗറിക്കും വളരെ വലിയൊരു മുന്നോട്ടുള്ള റാങ്കിന് കിട്ടണം എന്നൊന്നുമില്ല, ഈ റാങ്കിനൊക്കെ തന്നെ ആയിരിക്കും ഏകദേശം വരിക. യെസ്. ഇനി കഴിഞ്ഞ വർഷത്തെ തേർഡ് ഫേസും കൂടി ഒന്ന് നോക്കിയിട്ട് വളരെ പെട്ടെന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. യെസ്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ തേർഡ് ഫേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറി 954 റാങ്കിനാണ് കഴിഞ്ഞ വർഷം അതായത് കേരളത്തിലെ MBBSന്റെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിനും ഒക്കെ മുന്നേ എക്സാമിന് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഒരു 1000 റാങ്കിനുള്ളിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു 1000 റാങ്കിനുള്ളിൽ വന്നാലാണ് ഓപ്പൺ കാറ്റഗറിയിൽ കേരളത്തിൽ ഒരു MBBS സീറ്റിന് സാധ്യത. ഓക്കെ, ഒന്നും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല, തേർഡ് അലോട്ട്മെന്റിന് ശേഷമേ ഒക്കെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങൾ ഈ റാങ്ക് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് കിട്ടുമോ കിട്ടത്തില്ലേ എന്നൊന്നും പറയാൻ നമ്മൾ ആരുമല്ല. അതൊക്കെ ഇനിയത്തെ ഒക്കെ ഒരു ലക്കിന്റെ കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരാം. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ വെച്ചിരിക്കുന്ന സീറ്റിൽ മുൻപ് അഡ്മിഷൻ ലഭിച്ച ആൾ അത് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടിയെന്ന് വരാം. അപ്പോൾ ഒന്നും കിട്ടത്തില്ല എന്ന് പറയാൻ നമ്മൾ ആരുമല്ല. നമുക്കത് കാത്തിരിക്കാം മക്കളെ. പക്ഷെ കാത്തിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ NEET 2026 എക്സാം നമ്മളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 7 മാസം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഒരു 7 മാസം, ഒരു 210 ഡേയ്സ് നിങ്ങളുടെ മുന്നിലുണ്ടെന്ന് കരുതുക, ഒരു 210 ദിവസം. ഈ 210 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും, +2 ഓൺഗോയിങ് സ്റ്റുഡൻസ് ആണ്, എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം, അത് റിവൈസ് ചെയ്യണം. ഇനി റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഒന്നുകൂടി പഠിച്ച് റിവൈസ് ചെയ്ത് ഇനി MCQസും PYQസും ഒക്കെ മാക്സിമം ചെയ്തു നോക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഈ വരുന്ന 200 ദിവസങ്ങളാണ്. ഈ വരുന്ന 200 ദിവസത്തിൽ നമ്മൾ അടുത്ത എക്സാം നേരിടുകയാണ്. അടുത്ത എക്സാം നേരിടുന്ന സമയത്ത് നമ്മുടെ കൂടെ മത്സരിക്കാൻ ആരുകൂടിയുണ്ട്? ഇത്തവണത്തെ +2കാര് കൂടിയുണ്ട്. റിപ്പീറ്റ് ചെയ്യുന്നവരോടാണ്. ഇത്തവണത്തെ +2കാരോട് അവരുടെ കൂടി നമ്മൾ മത്സരിക്കണം. പക്ഷെ അപ്പോൾ പോലും നമ്മൾക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. നമ്മൾ ഇത്രയും കഠിനമായിട്ടുള്ള, ഇത്രയും ഹാർഡായിട്ടുള്ള 2025 നീറ്റ് എക്സാം എഴുതിയ ആളുകളാണല്ലേ. അപ്പോൾ എനിക്കറിയാം പല കുട്ടികൾ, ഇപ്പം നമുക്ക് പേഴ്സണലായിട്ടും നമ്മുടെ ആർക്കേൻ്റെ നമ്പറിലൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾ മെസ്സേജ് അയക്കുന്നുണ്ട്, മിസ്സേ റാങ്ക് ഇതാണ്, കിട്ടുമോ, എന്താണ് ചെയ്യേണ്ടത്? ചിലതിനൊക്കെ എനിക്ക് റിപ്ലൈ അയക്കാൻ പേടിയാണ്, കാരണം അത്രയും ടെൻഷനിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. പക്ഷെ മക്കളെ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയില്ല, നമുക്ക് അറിയത്തില്ല. നമ്മൾ സെക്കൻഡിനും തേർഡിനും ഒക്കെ വെയിറ്റ് ചെയ്യുക. എന്നാൽ പോലും കുറേ അധികം റാങ്ക് നീങ്ങിപ്പോയെന്ന് കരുതുക, നമുക്ക് സ്കോപ്പ് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. ഓക്കെ, നമ്മളൊരു 2000 റാങ്കിലായി, ഇപ്പം നമ്മൾ ഒരു ഓപ്പൺ കാറ്റഗറിയിൽ വന്നു, നമ്മുടെ റാങ്ക് ആദ്യത്തെ 3000-നുള്ളിലായിപ്പോയി. ചിലപ്പോൾ നമ്മൾക്ക് സാധ്യത വളരെ കുറവാണല്ലേ, കാരണം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം 1000 റാങ്കിനുള്ളിലാണ് ഓപ്പൺ കാറ്റഗറിക്ക് സീറ്റ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു, അതിന്റെ ഫലം എന്തായാലും നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ക്വിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുൻപ്, ഇനി വേണ്ട, മടുത്തു അല്ലെ, ഒരു വർഷം അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കും. ക്വിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുൻപ് നമ്മളുടെ മുന്നിൽ ഇനിയും ഒരുപാട് വർഷങ്ങളുണ്ട്. നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ ഇഷ്ടപ്പെട്ട,
നമ്മൾ ആഗ്രഹിച്ച, നിങ്ങൾ MBBS സീറ്റാണ് ആഗ്രഹിച്ചതെങ്കിൽ അത് തന്നെ നേടിയെടുക്കുക. അതിന് 1 വർഷമോ 2 വർഷമോ ഒക്കെ ചിലപ്പോൾ കളയേണ്ടി വരും. ഒരുപാട് സാക്രിഫൈസ് നിങ്ങൾ ഇപ്പൊ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ നീറ്റ് എക്സാമിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ഒഴിവാക്കിയതെന്ന് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കും ഈ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം നിങ്ങൾ നീറ്റ് എക്സാമിന് വേണ്ടി പഠിച്ചത്. പക്ഷേ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിയോ? ഇല്ല. ഓക്കെ, ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർ അല്ലെങ്കിൽ ടെൻഷനിൽ ഇരിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളുടെ മുന്നിൽ ഇനിയും അവസരമുണ്ട്. ഇനി വരുന്ന 200 ഡേയ്സ് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. മക്കളൊന്ന് നോക്കുക. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള റാങ്ക് 1 വന്നത് 643 അപ്പൊ 643 സ്കോറാണ് റാങ്ക് 1 വന്നത്. എന്നാൽ പോലും ഒരു 551 സ്കോർ ഉള്ള ആളുകള് ആദ്യത്തെ 1000 റാങ്കിലുണ്ട്, 1000 റാങ്കിലുണ്ട്. 550 മുകളിൽ ഒരു 553, 554 ഒക്കെ റാങ്ക് ഉള്ളവര് ആദ്യത്തെ 1000 റാങ്കിലുണ്ട്. സോ നിങ്ങൾ ചിലപ്പോൾ ഒരു 500-ലായിരിക്കും നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു 450-ലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യും. ഇത്രയും ടഫായിട്ടുള്ള എക്സാമിൽ നമ്മൾ കറക്കി കുത്തി ഒന്നും അല്ല എഴുതിയല്ല, നമ്മൾ പഠിച്ച് നമുക്ക് കിട്ടിയ മാർക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇനി വരുന്നൊരു നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കുക മക്കളെ. നിങ്ങൾ അത്രയും അധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹം അത്ര വലുതാണെങ്കിൽ മാത്രമാണ് പറയുന്നത് നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. അല്ല, നിങ്ങൾ ചില ആളുകൾ ചിലപ്പോൾ +2 ഓൺഗോയിങ്ങിന് കൂടെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ട്രൈ ചെയ്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും. അല്ലാത്തവരോടാണ് ഞാൻ പറയുന്നത്, വളരെ ശക്തമായിട്ട് ഇതിനു വേണ്ടി പഠിച്ച് ഇത് നേടിയേ അടങ്ങൂ എന്ന് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും ബ്രിമ്മിലായി പോയ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക? ഒരവസരം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഒന്നും കഴിഞ്ഞിട്ടില്ലേ, ഈ വർഷത്തെ അലോട്ട്മെന്റ് പ്രോസസ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ലേ. അലോട്ട്മെന്റ് പ്രോസസ്സ് ഇനിയും നടക്കും. പക്ഷെ അവിടെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, അതായത് നമുക്ക് അലോട്ട്മെന്റിന്റെ ഒരു സ്കെഡ്യൂൾ കിട്ടിയിട്ടുണ്ട്. സ്കെഡ്യൂൾ എന്ന് പറയുന്നത് നവംബർ 5 വരെയാണ് നീണ്ടു നിൽക്കുന്ന ഒരു അലോട്ട്മെന്റ് പ്രോസസ്സാണിത്, അല്ലെ. സ്ട്രേ വേക്കൻസി റൗണ്ട് എൻഡ് ചെയ്യുന്നത് നവംബർ 5-നാണ്. സോ ഇത്രയും നീണ്ടു നിൽക്കുന്ന ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിന് ശേഷമാണ് റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത് എങ്കിൽ നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമായിരിക്കും നീറ്റ് 26-നുള്ളത്. സോ നാളെ സെക്കൻഡ് അലോട്ട്മെന്റ് വരുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക. തേർഡിന് വേണ്ടിയിട്ട് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. തേർഡിലും ഒരുപാട് പേർക്ക് കിട്ടും, ആർക്കും കിട്ടത്തില്ലെന്നൊന്നുമല്ല. സെക്കൻഡിലും തേർഡിലും ഒക്കെ ഒരുപാട് ആളുകൾക്ക് കിട്ടും. പക്ഷെ അവിടെ മക്കൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ബ്രിമ്മിൽ നിൽക്കുകയാണെങ്കിൽ ഒന്ന് പഠിച്ചു തുടങ്ങുക, റിവൈസ് ചെയ്ത് തുടങ്ങുക. അതിനോടൊപ്പം തന്നെ നമുക്ക് അതിന് വെയിറ്റ് ചെയ്യാം. അതിനെ വെയിറ്റ് ചെയ്ത് എല്ലാവരുടെ വീഡിയോസൊക്കെ കണ്ട് ലാസ്റ്റ് റാങ്ക് ഒക്കെ അനലൈസ് ചെയ്ത് മാത്രം നിങ്ങൾ ടൈം ഒരിക്കലും കളയരുത്. ഓരോ സെക്കൻഡും പ്രഷ്യസ് ആണ്. നീറ്റ് എക്സാമിന് പ്രിപ്പയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്കറിയാം, ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്കിന് നമ്മൾ അത്രയും റാങ്ക് പിന്നിലേക്കായിരിക്കും പിന്തള്ളപ്പെടുക. അപ്പോൾ ഓരോ സെക്കൻഡും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്, ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കുക, അനലൈസ് ചെയ്ത് നിങ്ങളൊരു തീരുമാനം എടുക്കുക. നമ്മൾ നവംബർ വരെ വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് നമ്മൾക്ക് അത്ര ബുദ്ധിപരമായ കാര്യമല്ല. ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ റാങ്ക് വെച്ചിട്ട് നമ്മുടെ സാധ്യത അറിയാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് മാത്രം എടുക്കുക മക്കളെ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഏതെങ്കിലും കോഴ്സ് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കരുത്. കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെയുള്ള ഒരു സാധനമാണ്, അല്ലേ. കുറേ ആളുകൾ ഒരു പ്രൊഫഷൻ എടുത്തിട്ട് മറ്റൊരു പ്രൊഫഷൻ ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ ബാക്കി കുറേ അധികം ആളുകൾ ഈ ഒരു പ്രൊഫഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ നമ്മൾ പ്രൊഫഷനെ അത്രയും ഇഷ്ടപ്പെടണം, പ്രത്യേകിച്ച് ഈ ഒരു പ്രൊഫഷനെ അത്രയധികം ഇഷ്ടപ്പെടണം. യെസ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ളൊരു സമയം ഏകദേശം ആയിക്കഴിഞ്ഞു. അപ്പോൾ കുറേ അധികം കുട്ടികൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. കുറേ അധികം ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഒരു 550 റേഞ്ചിൽ എത്തിയവർ വരെ ആദ്യത്തെ 1000 റാങ്കിനുള്ളിൽ വന്നിട്ടുണ്ട്. അത് ഓപ്പൺ കാറ്റഗറിക്കാണ് ആദ്യത്തെ 1000 റാങ്കിൽ മാത്രം കഴിഞ്ഞ തവണ ക്ലോസിംഗ് വന്നത്. ബാക്കി പല കാറ്റഗറിയും എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈഴവ കാറ്റഗറി ആണെങ്കിൽ 2400 വരെ കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അതേപോലെ ST കാറ്റഗറി എടുക്കുകയാണെങ്കിൽ 22,304 വരെ കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. KU എടുക്കുകയാണെങ്കിൽ 14,436 വരെ ഗവൺമെന്റ് MBBS സീറ്റ് ലഭിച്ചിട്ടുണ്ട്. BX 4,070 വരെ ഗവൺമെന്റ് MBBS സീറ്റ് ലഭിച്ചിട്ടുണ്ട്.
അപ്പൊ നമ്മുടെ മുന്നിൽ സാധ്യതകൾ ഇനിയുമുണ്ട്. ഇനി വരുന്ന വർഷങ്ങളൊക്കെ സാധ്യതകളാണ്. ടെൻഷനൊക്കെ കളയുക. ഒരു എക്സാമും ഒന്നിൻ്റെയും അവസാനമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക, പോസിറ്റീവായിട്ട് പഠിച്ചു തുടങ്ങുക. ഇനി എന്താണ് തീരുമാനിക്കേണ്ടതെന്ന്, ഇനി എന്താണ് മുന്നോട്ട് പോകേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. ഈ നീറ്റ് എക്സാം എഴുതിയ മക്കൾക്ക് അറിയാം അടുത്ത നീറ്റ് എക്സാം എന്നെ കൊണ്ട് സാധിക്കുമോ, എക്സാമിന്റെ പാറ്റേണും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് അറിയാം. അപ്പം നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക, മറ്റാരേക്കാളും നിങ്ങളെ അറിയാവുന്നത് നിങ്ങൾക്കായിരിക്കും. സോ ഡിസിഷൻ എടുക്കുക മക്കളെ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.